നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കട്ടിങ് ചിപ്സിനെയുമാണ്. ചിപ്സ് ഫോർമേഷൻ ഡ്യൂറിങ് ദ മെഷീനിങ് പ്രോസസ്, ടൈപ്സ് ഓഫ് ചിപ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചിപ്സ് ഈസ് ദ എക്സസ് മെറ്റീരിയൽ ഫോംഡ് ഡ്യൂറിങ് ദ മെഷീനിങ് ഓപ്പറേഷൻ. മെഷീനിങ് ഓപ്പറേഷൻ്റെ പ്രോസസ്സിംഗ് സമയത്ത് നമുക്ക് വർക്ക് പീസിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ പറഞ്ഞ പേരാണ് ചിപ്സ്. ആക്ച്വലി ഈ ചിപ്സ് ഈ സെയിം വർക്ക് പീസിൻ്റെ സെയിം സാധനം തന്നെ അങ്ങനെ തന്നെ വരാനുള്ള നിവർത്തിയുള്ളൂ. നമ്മൾ മൾട്ടി സ്റ്റീലിൻ്റെ വർക്ക് പീസാണ് മെഷീൻ ചെയ്യുന്നതെങ്കിൽ, കട്ടിംഗ് ടൂൾ യൂസിന് മെഷീൻ ചെയ്യുന്നതെങ്കിൽ മൾട്ടി സ്റ്റീലിൽ നിന്നുള്ള ചിപ്സ് ആയിരിക്കും ഫോം ചെയ്യുക. അതിൻ്റെ അതേ സെയിം മെറ്റീരിയൽ തന്നെ ആയിരിക്കും ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ചിപ്പിൻ്റെ ഫോർമേഷൻ ഏതൊക്കെ രീതി, അതിൽ ഏതൊക്കെ ടൈപ്പ് ചിപ്സാണ് നമുക്ക് ഫോം ചെയ്യുക ഡ്യൂറിങ് ദ മെഷീനിങ് ഓപ്പറേഷൻ, അതിനെ ബേസ് ചെയ്തിട്ട് ചിപ്സിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിപ്സ് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? ഡ്യൂറിങ് ദ മെഷീനിങ് പ്രോസസ് അല്ലെങ്കിൽ മെഷീനിങ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്താണ് എന്ത് ഫോം ചെയ്യുക? ചിപ്സിൻ്റെ ഫോർമേഷൻ. ബേസിക്കലി നമുക്ക് 3 ടൈപ്പിലാണ് നമ്മൾ ചിപ്പിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കാര്യം പറയാം. നമുക്ക് മെറ്റീരിയൽ 2 ടൈപ്പ് പറയാം. ജനറലി പറയുന്നത് ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സിംഗ് മെഷീനിങ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് പീസ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ കാസ്റ്റ് അയൺ ഉണ്ട്, പിന്നെ മൾട്ടി സ്റ്റീലുണ്ട്. MS കാസ്റ്റ് അയൺ നമ്മൾ കൂടുതലും വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള വർക്ക് പീസ് മെറ്റീരിയൽ നമ്മൾ കാസ്റ്റ് അയണും പിന്നെ മൾട്ടി സ്റ്റീലുമാണ്. ഇപ്പോൾ ഇതിലാണ് കൂടുതലും പേരും വർക്ക് ചെയ്തിട്ടുള്ളത്, ലേത്തിലാണെങ്കിലും മില്ലിങ്ങിലാണെങ്കിലും. ബാക്കി അല്ലാതെ കോപ്പർ അങ്ങനെയൊക്കെ ഉള്ളത്, അലൂമിനിയം ഇതൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ വളരെ അപൂർവമായിട്ടേ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യിക്കാറുള്ളൂ. കാരണം എന്താണ്, മെറ്റീരിയലൊക്കെ കോസ്റ്റ്ലി ആയതുകൊണ്ട് സിമ്പിളായിട്ട് ചീപ്പായിട്ട് കിട്ടുന്ന മെറ്റീരിയൽസ്, ലോ കോസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മളെപ്പോഴും മൾട്ടി സ്റ്റീലും കാസ്റ്റ് അയണും ഒക്കെയാണ് വർക്ക്ഷോപ്പിൽ എക്സ്പെരിമെൻ്റായിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ടൈപ്സ് ഓഫ് ചിപ്സ്. അപ്പോൾ ഞാൻ ആ മെറ്റീരിയൽ പറയാൻ കാരണം വെച്ചാൽ മെറ്റീരിയൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ഡക്റ്റൈലും ഉണ്ട്, ബ്രിട്ടിലും ഉണ്ട്. അപ്പോൾ ഡക്റ്റൈൽ എന്ന് വെച്ചാൽ എന്തുവാ, നമുക്ക് കുറച്ച് അടിച്ച് നീട്ടാൻ പരത്താനൊക്കെ ആയിട്ടുള്ള ഡക്റ്റൈൽ, വലിച്ച് തിൻ വയറൊക്കെ ഉണ്ട്. ബ്രിട്ടിൽ എന്ന് വെച്ചാൽ പറയുന്നത് പൊട്ടിപ്പോകും, നല്ല ഇമ്പാക്റ്റോടെ കിട്ടി കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽ വരുന്നതാണ് നമ്മുടെ മൾട്ടി സ്റ്റീൽ, കോപ്പർ, അലൂമിനിയം ഒക്കെ ഡക്റ്റൈൽ വരുന്നതാണ്. ബ്രിട്ടിൽ വരുന്നതാണ് നമ്മുടെ കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ് ഒക്കെ, ദാറ്റ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ കാറ്റഗറി ഓഫ് ബ്രിട്ടിൽ മെറ്റീരിയൽ. അപ്പം ഈ ഡക്റ്റൈൽ മെറ്റീരിയൽ നമ്മൾ മെഷീനിങ് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രിട്ടിൽ മെറ്റീരിയലും മെഷീനിങ് യൂസ് ചെയ്യുന്നുണ്ട് ആസ് എ വർക്ക് പീസ് മെറ്റീരിയൽ. വർക്ക് പീസ് മെറ്റീരിയലായിട്ട് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബ്രിട്ടിൽ മെറ്റീരിയലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഞാൻ പറഞ്ഞല്ലോ ഡക്റ്റൈൽ മെറ്റീരിയൽ ഫോം ഒരു ടൈപ്പ് ചിപ്പായിരിക്കും, ബ്രിട്ടിൽ മെറ്റീരിയൽ മെഷീൻ ചെയ്യുമ്പോൾ അതിന്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് പീസ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചിരിക്കും അത് ഡക്റ്റൈലാണോ ബ്രിട്ടിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനുബന്ധികമായിട്ട് അനുസരിച്ചിരിക്കും നമ്മൾ ഈ പറയുന്ന ചിപ്പ് ഫോർമേഷൻ. ഓക്കെ, ഈ ചിപ്പ് ഫോർമേഷൻ ബേസിക്കലി ഫോം ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ചിപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ബേസിക്കലി ജനറലി 2-3 എണ്ണേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരു വിശാലമായിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഒക്കെ പറയുമ്പോൾ ബേസിക്കലി ഏതുണ്ട്, 4 ടൈപ്പ് ചിപ്സ് ആണുള്ളത്. ഉണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് എ കണ്ടിന്യൂസ് ചിപ്സ്, ആൻഡ് സെക്കൻഡ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ്, and third is a built-up edge chips or continuous chip with a built-up edge, and last is എന്താണ്, serrated chips. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഈസ് എ കണ്ടിന്യൂസ് ചിപ്സ്, ഡിസ്കണ്ടിന്യൂസ് ചിപ്സ്, പിന്നെന്താണ് കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ്. അതൊക്കെ എന്താണെന്ന് പറയാൻ പോവാണ്. ലാസ്റ്റ് ഈസ് എ സെറേറ്റഡ് ചിപ്സ്. അപ്പോൾ ഈ 4 ടൈപ്പ് ചിപ്സാണ് നമ്മൾ യൂഷ്വലി മെഷീനിങ് ഓപ്പറേഷനിൽ ഫോം ചെയ്യുക. അപ്പോൾ അതിന് വേരിയേഷൻ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചത്. എങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നത്, കണ്ടിന്യൂസ് ചിപ്പ് എങ്ങനെ വേരി ചെയ്യും, ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്, അതിൻ്റെ വേരിയേഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അതിൻ്റെ ബേസിക് ഡിഫറൻസ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം എങ്ങനെയാണത് പരസ്പരം വേരിയേഷൻ ഉണ്ടാകുക, എങ്ങനെയാണ് വേരി ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കണ്ടിന്യൂസ് ചിപ്സിലേക്ക് നമുക്ക് തന്നെ പോകാം. കണ്ടിന്യൂസ് ചിപ്സിലോട്ട് വരുമ്പോൾ എന്താണ് അതിന് പ്രത്യേകത, ഡിസ്കണ്ടിന്യൂസ് ചിപ്സിലോട്ട് എന്താണ് വരുമ്പോൾ അതിന് പ്രത്യേകത എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കണ്ടോ ഇവിടെ ഒരു ചിപ്പ് കട്ടിംഗ് ടൂൾ വർക്ക് പീസ് സെക്ഷൻ വരച്ചിട്ടുണ്ട്. ഈ കാണുന്നതല്ലേ, ഈ കാണുന്ന പോർഷനാണ് എന്ത്, ദിസ് ഈസ് ദ വർക്ക് പീസ്. ഇതാണ് നമ്മുടെ വർക്ക് പീസ്. ഓക്കെ, വർക്ക് പീസിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ദിസ് ഈസ് ദ കട്ടിംഗ് ടൂൾ. അപ്പോൾ കട്ടിംഗ് ടൂൾ ഒരു ഷാർപ്പ് എഡ്ജ്, ആ പോയിന്റിയുടെ ഭാഗമാണ് ഞാൻ എന്ത് കാണിച്ചേക്കുന്നത്, ഇവിടെ ഇങ്ങനെ വരച്ച് കാണിച്ചത്. ഇത് വർക്ക് പീസിൻ്റെ ഷാർപ്പ് പോയിന്റ് അടിച്ചാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കട്ടിംഗ് ടൂൾ. ഓക്കെ, ദിസ് ഈസ് ദ വർക്ക് പീസ്. ഓക്കെ, അപ്പോൾ കട്ടിംഗ് ടൂൾ കണ്ടോ, ഇവിടുന്ന് ഇത്രയും കനം ഉണ്ടായിരുന്ന നമ്മുടെ വർക്ക് പീസ് ഇത്രയും കനം ഉണ്ടായിരുന്നു, ഫ്ലാറ്റ് വർക്ക് പീസ് ആയിരുന്നു. അപ്പോൾ ഈ ടൂൾ കട്ട് ചെയ്തിട്ടാണ് ഈ കനം കുറച്ച് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് നിമിഷം കണ്ട് ചിപ്പ് ഇങ്ങനെ തെറിച്ച് കിടന്ന് ഉരുണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ദിസ് ഈസ് എ ചിപ്പ്. കണ്ടോ, ഒരു പീസ് ഒരു ചിപ്പ് ഇരിക്കുന്നുണ്ടോ, ഒരു ചെറിയതായിട്ട് ദാറ്റ് ഈസ് എ ചിപ്പ്. അപ്പം നമ്മൾ വരച്ചിരിക്കുന്ന കട്ടിംഗ് ടൂൾ വർക്ക് പീസ് ചിപ്പ് ഒരു സിംഗിൾ ഡയഗ്രത്തിലാണ് ഞാനിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്,
പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ച് നമ്മൾ ഈ വേരിയേഷൻസ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ചിപ്പ് വേരി ചെയ്യുന്നത്. അപ്പോൾ സ്വയമായിട്ട് മനസ്സിലാക്കി കാണും, വർക്ക് പീസിൽ കട്ടിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുന്നു, അപ്പോൾ മെഷീൻ ചെയ്ത് കളയുന്നു, അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ചിപ്പ് ഫോം ചെയ്ത് ഞാൻ വരച്ച് കാണിച്ചേക്കുന്നത്. സോ ദിസ് എ കട്ടിംഗ് ടൂൾ, ഇത് വർക്ക് പീസ്, ഇത് ആ സമയത്ത് ഫോം ചെയ്ത ചിപ്പ്. ഈ കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്യുന്ന എപ്പോഴാണ്? ദിസ് ടൈപ്പ് ഓഫ് ചിപ്പ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദ മെഷീനിങ് ഓഫ് ഏത് ടൈപ്പ് മെറ്റീരിയലാണ്? ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ചിപ്പ് എപ്പോഴാണ് പോകുന്നത്? ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ മെഷീനിങ്ങിലാണ് ഏത് ടൈപ്പ് ചിപ്പ് ഫോം ചെയ്യുന്നത്? കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ചിപ്സ് ഫോംഡ് ഡ്യൂറിങ് ദ മെഷീനിങ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽ നമുക്ക് ഏതൊക്കെ പറയാം? ഓക്കെ, മെയിനായിട്ട് നമുക്ക് മൾട്ടി സ്റ്റീൽ പറയാം. ഓക്കെ, മൾട്ടി സ്റ്റീൽ പിന്നെ ഡക്റ്റൈൽ മെറ്റീരിയൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? കോപ്പർ, നെക്സ്റ്റ് ഈസ് അലൂമിനിയം. സോ ഇത്തരത്തിലുള്ള അപ്പോൾ കണ്ടിന്യൂസ് ചിപ്സിൻ്റെ ഫോർമേഷനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാറ്റ് ഇസ് എ മൾട്ടി സ്റ്റീൽ. ഓക്കെ, ഇറ്റ് ഈസ് എ മെഷീനിങ് ഓഫ് മൾട്ടി സ്റ്റീൽ, ഓർ സെക്കൻഡ് ഈസ് മെഷീനിങ് ഓഫ് കോപ്പർ, ഓർ ദിസ് അലൂമിനിയം. സോ ഇതിൻ്റെയൊക്കെ മെഷീനിങ് പ്രോസസ്സിൽ നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന ചിപ്പാണ് ഏത് ടൈപ്പ് ചിപ്പ്? കണ്ടിന്യൂസ് ചിപ്സ്. അപ്പോൾ അതിന് കുറേ കണ്ടീഷൻ ഉണ്ട്. ഇനി ഇതിൽ എങ്ങനെയൊക്കെ മെഷീൻ ചെയ്യുമ്പോഴാണ്, അപ്പം അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഹൈ കട്ടിംഗ് സ്പീഡ്, നല്ല കട്ടിംഗ് സ്പീഡ് ആയിരിക്കാൻ വേണം. ആൻഡ് സെക്കൻഡ് ഈസ് എ ഹൈ റാക്ക് ആംഗിൾ. ഓക്കെ, റാക്ക് ആംഗിൾ വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ ടൂൾ ജോമെട്രി. ടൂൾ ജോമെട്രി ബന്ധപ്പെട്ട ഒരു ആംഗിളാണ് ടൂൾ റാക്ക് ആംഗിൾ. അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ റാക്ക് ആംഗിൾ ആണ് എപ്പോഴും ടൂളിൻ്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സൈഡ് റാക്ക് ആംഗിൾ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, എൻഡ് ക്ലിയറൻസ് ആംഗിൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നോസ് റേഡിയസ് ടൂളിനെയൊക്കെ ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ടൂളിൻ്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ആംഗിളാണ് റാക്ക് ആംഗിൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ടൂൾ ജോമെട്രി ഒക്കെ വരയ്ക്കുമ്പോൾ വിശദമായിട്ട് പറയാം. അപ്പോൾ ബേസിക്കലി ഇപ്പം ജസ്റ്റ് അത് അറിഞ്ഞിരിക്കുക, സ്ട്രെങ്ത് ഡിപ്പെൻഡൻറ്റ് ആംഗിൾ, റാക്ക് ആംഗിൾ. അപ്പോൾ ഈ ഹൈ കട്ടിംഗ് സ്പീഡും നമ്മൾ സെലക്ട് ചെയ്യുന്ന കട്ടിംഗ് ടൂളിൻ്റെ ഹൈ റാക്ക് ആംഗിളും ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് പീസ് ഏതായിരിക്കണം? ഡക്റ്റൈലും ആണെങ്കിൽ ഏത് ടൈപ്പ് ചെയ്ത് ഫോം ചെയ്യാനാണ് സാധ്യത? ദ ഫോർമേഷൻ ഓഫ് കണ്ടിന്യൂസ് ചിപ്സ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ ഹൈ കട്ടിംഗ് സ്പീഡ് ആൻഡ് സെക്കൻഡ് ഈസ് എ ഹൈ റാക്ക് ആംഗിൾ. ആൻഡ് ദ വർക്ക് പീസ് മെറ്റീരിയൽ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കണം? ഡക്റ്റൈൽ മെറ്റീരിയൽ, മൾട്ടി സ്റ്റീലോ കോപ്പറോ അലുമിനിയോ ഒക്കെ ആയിരിക്കണം. എങ്കിൽ ആ ടൈപ്പുള്ള ചിപ്പിനെ, ആ ടൈപ്പ് ചിപ്സിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ചിപ്സ്. ഇറ്റ്സ് ഇസ് എ ഫോർമേഡ് ഡ്യൂറിങ് ദ മെഷീനിങ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് കോയിൽസ് ആയിട്ടായിരിക്കും ഏത് ഫോം ചെയ്യുന്നത്? ഇതിന് ഈ കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യുന്നത്. ഇറ്റ്സ് എ ഫോർമേഷൻ ഓഫ് ലോങ് ചിപ്സ് ആൻഡ് ഹാവിങ് ഗുഡ് സർഫസ് ഫിനിഷ്. അപ്പോൾ നമുക്ക് ഗുഡ് സർഫസ് ഫിനിഷ് എപ്പോഴും കിട്ടുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഏത് മെഷീനിങ്ങിനായിരിക്കും? മെഷീനിങ് പ്രോസസ്സിലായിരിക്കും. കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്ത മെഷീൻ പ്രോസസ് ആയിരിക്കും. കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യുന്നത് ദാറ്റ് ഈസ് മീൻസ് എന്ന് വെച്ചാൽ സർഫസ് ഫിനിഷ് എന്തായിരിക്കണം? ഗുഡ് സർഫസ് ഫിനിഷ്. ആൻഡ് സെക്കൻഡ് ഈസ് ദ എന്താണ്? ലോങ് കോയിൽസ്. അപ്പോൾ ഈ ചിപ്പ് ഫോം ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് എന്താണ്? ലോങ് കോയിൽസ് ആയിട്ടായിരിക്കും. ദാറ്റ് ഈസ് എ ബേസിക് ഫീച്ചർ ഓഫ് കണ്ടിന്യൂസ് ചിപ്സ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ചിപ്സിനെ വെച്ചാൽ ഹൈ കട്ടിംഗ് സ്പീഡ്, ഹൈ റാക്ക് ആംഗിൾ, ഇത് രണ്ടും ആയിരിക്കണം. ഏതിലായിരിക്കും നമ്മൾ പ്രോസസ് ചെയ്യേണ്ടത്? പ്രോസസിങ് ഓൺ എന്താണ്? ഡക്റ്റൈൽ മെറ്റീരിയൽ. ദാറ്റ് ഈസ് നോൺ ആസ് കണ്ടിന്യൂസ് ചിപ്സ്. അതിന് സെക്കൻഡ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ആണ്. അപ്പോൾ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡിസ്കണ്ടിന്യൂസ് ചിപ്സിൽ നമ്മളതിൻ്റെ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ടോ കണ്ടോ? അപ്പോൾ കണ്ടിന്യൂസിൻ്റെ എല്ലാം വരച്ച് വർക്ക് പീസ്, ടൂള്, ഏതാ ചിപ്പ്. സെക്കൻഡിൻ്റെ ഫിഗർ ഞാൻ വരച്ചേക്കുന്നത്. സെക്കൻഡ് ഫിഗർ ഈസ് ഡിനോട്ടഡ് ഫോർ ദ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് എവിടെ ആയിരിക്കും ഫോം ചെയ്യുന്നത്? മറ്റേതുപോലെ തന്നെ ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂറിങ് ദ മെഷീനിങ് ഓഫ് ബ്രിട്ടിൽ മെറ്റീരിയൽസ്. ഓക്കെ, ബ്രിട്ടിൽ കേട്ടിട്ടുണ്ട്. കാസ്റ്റേണൊക്കെ എന്താണ്? ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള മെറ്റീരിയൽസ്. ദാറ്റ് ഈസ് നോൺ ആസ് ബ്രിട്ടിൽ മെറ്റീരിയൽ. അപ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ മെഷീനിലാണ്, ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ വർക്ക് പീസിലാണ് നമ്മൾ മെഷീനിങ് ഓപ്പറേഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന ചിപ്പ് എന്ന് വെച്ചാൽ ഏതായിരിക്കും? ദാറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പായിരിക്കും. അതായത് മുറിച്ച് ഇങ്ങനെ ചിപ്പ് മുറിഞ്ഞ് ഇങ്ങനെ കണ്ടോ, കാണുന്നുണ്ടോ? പല ഇങ്ങനെ. പക്ഷേ അതുമ്പോൾ ചെറിയ ഒട്ടി ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇളക്കി കളഞ്ഞാൽ എല്ലാം കൂടെ ഇളക്കിയാൽ പോകും, ഒന്ന് കുലി ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ ചെറിയ നുറുങ്ങായിട്ട് ഓടിഞ്ഞിരുന്ന് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഒട്ടി ഇരിക്കും. പക്ഷേ ഇത് ഒറ്റ ഇതായിട്ടാണ്, ലോങ് കർലി ആയിട്ടാണ്. ഇതങ്ങനല്ല, പകുതിച്ച് മുറിച്ച് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ്. അപ്പോൾ ഇത് ഫോംഡ് ഡ്യൂറിങ് ദ മെഷീനിങ് ഓഫ് ബ്രിട്ടിൽ മെറ്റീരിയലാണ്. എക്സാമ്പിൾ ഏതൊക്കെ ആയിരിക്കും? കാസ്റ്റേൺ, ബ്രാസ്, ബ്രോൺസ്. ഇതിൻ്റെയൊക്കെ മെഷീനിങ്ങിലാണ് നമ്മൾ യൂഷ്വലി എന്തിൻ്റെ ചിപ്പ് ഫോം ചെയ്യുന്നത്? ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് നമുക്ക് യൂഷ്വലി ഫോം ചെയ്യുക. ഇത് മെഷീനിങ് ഓഫ് എന്താണ്? ബ്രിട്ടിൽ മെറ്റീരിയൽസ്. തിരിഞ്ഞു പോലെ ഡക്റ്റിലും ബ്രിട്ടിലും തിരിഞ്ഞു പോലെ ഇപ്പം പറയുമ്പോഴാണ് നമുക്ക് അറിയാമെങ്കിൽ തിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു പോലെ കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? മറ്റേത് ഹൈ കട്ടിംഗ് സ്പീഡ്, ഹൈ റാക്ക് ആംഗിളും ആണെങ്കിൽ ഇവിടെ എന്തുമായിരിക്കും? ലോ കട്ടിംഗ് സ്പീഡ് ആൻഡ് ലോ റാക്ക് ആംഗിൾ. ലോ കട്ടിംഗ് സ്പീഡും ലോ റാക്ക് ആംഗിളും ആണ് കണ്ടീഷൻ എങ്കിൽ വർക്ക് പീസ് മെറ്റീരിയൽ ബ്രിട്ടിലും ആണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ചിപ്സ് അവിടെ ഫോം ചെയ്യുക? വി ഗെറ്റ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ വരച്ച് കാണിച്ചത്. അപ്പോൾ ചെറിയ വർക്ക് പീസായിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് എന്ത് ചെയ്യും? ചിപ്പ് മുറിഞ്ഞിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ചിപ്സ്. ഓക്കെ, ഇനി ലാസ്റ്റ് അടുത്തയാണ്
ബിൽട്ടപ്പ് എഡ്ജ് ചിപ്പ്, BUE കണ്ടോ, ബിൽട്ടപ്പ് എഡ്ജ് ചിപ്പ്. സോ എന്താണ് ഈ ബിൽട്ടപ്പ് എഡ്ജ് ചിപ്പ്? ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് ചിപ്പ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇതേ കണ്ടിന്യൂസ് ചിപ്സ് ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ നമ്മൾ യൂഷ്വലി കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യുന്നത് വെച്ചാൽ ഹൈ കട്ടിംഗ് സ്പീഡ്, ഹൈ റാക്ക് ആംഗിളാണ്. ഇതേ കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യുമ്പോൾ ലോ കട്ടിംഗ് സ്പീഡും ലോ റാക്ക് ആംഗിളും ആണെങ്കിൽ ആ കേസിലാണ് നമ്മൾ ഏത് ടൈപ്പ് ഫോം ചെയ്യുന്നത്? ബിൽട്ടപ്പ് എഡ്ജ് ചിപ്പ് ഫോം ചെയ്യുക. അതിന് പ്രത്യേകം എന്ന് വെച്ചാൽ ബിൽട്ടപ്പ് എഡ്ജ് ഫോർമേഷൻ ഈ കാണിച്ചേക്കുന്നല്ല, ഈ ഇങ്ങനെ തിക്നെസ്, ഇതാണ് ബിൽട്ടപ്പ് എഡ്ജ്. നമ്മൾ BUE നേടും ബിൽട്ടപ്പ് എഡ്ജ് ഫോർമേഷൻ. അപ്പോൾ ഇത് ബേസിക്കലി എന്താണ്? ഓരോ കട്ടിങ് ഓപ്പറേഷൻ നടക്കുമ്പോഴും എഡ്ജസ് ആയിട്ടുള്ള മെറ്റീരിയൽ, ചെറിയ സ്മാൾ പാർട്ടിക്കിൾസ്, ചെറിയ പീസസ് ഓഫ് എന്താണ് ചിപ്പൊക്കെ ഈ വർക്ക് പീസിൻ്റെ അല്ലെങ്കിൽ കട്ടിൻ്റെ ഉള്ളിൽ മേളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നല്ല ഹൈ ടെമ്പറേച്ചറൊക്കെ ആയിരിക്കും ഡ്യൂറിങ് മിഷീനിങ് പ്രോസസ്സിൽ. അപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഈ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഈ ചിപ്പും വർക്ക് പീസും, ചിപ്പും കട്ടിൻ്റെ ഉള്ളും ഒക്കെ ഒരു കോൺടാക്റ്റ് വരും. അതായത് ഈ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എക്സസ് വർക്ക് പീസിന് ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഈ കട്ടിൻ്റെ ഉള്ളിൽ മേളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഹൈ ഹീറ്റും കൂടെ കാരണം ഇത് ജസ്റ്റ് ഒരു വെൽഡഡ് ജോയിൻറ്റ് വരെ ഒരു വെൽഡ് ഉരുകി ഒരു ജസ്റ്റ് മെൽറ്റിംഗ് ഫോമിലായിട്ട് എന്ത് ചെയ്യും? ഈ കട്ടിൻ്റെ കൂടെ സർഫസിൽ കയറി പറ്റി പിടിച്ചിരിക്കും. അതുപോലെ തന്നെ ചിപ്പിൻ്റെ പുറയിലും അതുണ്ടാവും, ചെറിയ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഫ്രിക്ഷൻ അല്ലേ അവിടെ കട്ടിങ് ഓപ്പറേഷനിൽ. അപ്പോൾ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, കട്ടിൻ്റെ ഉള്ളിൻ്റെ പാർട്ടിക്കിൾസ് അല്ല ഈ വർക്ക് പീസിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ സെഡിമെൻ്റ് ആയിട്ട് അടിച്ചിട്ട് കട്ടിങ് ഫേസിൽ എന്ത് ചെയ്യും? സെറ്റിലാവും. അപ്പോൾ ഈ ചൂടും കാരണം ചെറിയൊരു വെൽഡിങ് ആക്ഷൻ നടന്നിട്ട് അവിടെ ജസ്റ്റ് ഒട്ടിപ്പിടിച്ചിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ബിൽട്ടപ്പ് എഡ്ജ് ചിപ്പ്. അപ്പോൾ കട്ടിങ് ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? സ്മൂത്ത് കട്ടിങ് ഫേസ് കിട്ടുന്നതിന് പകരം ഇതിൻ്റെ ഒരു റഫിനെസ്സും കൂടി ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ടൂളിന് അല്ലെങ്കിൽ വർക്ക് പീസിന് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ബിൽട്ടപ്പ് എഡ്ജ്. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് സ്മൂത്ത് അല്ലാത്ത രീതിയിലുള്ള ഓപ്പറേഷൻസ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ആ ടൈപ്പുള്ള ചിപ്പിനെ പറയുന്നതാണ് കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് ഫോർമേഷൻ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക? കുറച്ച് എക്സസ് ആയിട്ടുള്ള വർക്ക് പീസ് മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യും? ചെറിയ രീതിയിൽ കട്ടിനുള്ള ഫേസിൽ ഡിപ്പോസിറ്റ് ചെയ്യും. അതിലേക്ക് ഇങ്ങനെ പറ്റി ചേർന്ന് ഇങ്ങനെ കിടക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ഈ ചൂടും കൂടെ കാരണം ഒന്ന് ഉരുകി അതിന് മുകളിലേക്ക് തന്നെ ഒട്ടിയിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെ പറയാൻ പേരാണ് ബിൽട്ടപ്പ് എഡ്ജ്, ബിൽറ്റ് അപ്പ് എഡ്ജ്. ഓക്കെ, അപ്പോൾ അത് കട്ടി ഫേസിൽ മുകളിൽ കഴിഞ്ഞാൽ ടൂളിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. കാരണം സ്മൂത്ത് ഫേസ് ഉള്ളതിന് പകരം ഇതും കൂടെ എക്സസ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്തതിന് മുകളിലേക്ക്. ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ് കണ്ടിന്യൂസ് ചിപ്സ്. അപ്പം പ്രത്യേകിച്ച് ഡക്റ്റൈലാണ് ഇത് ഉണ്ടാവുന്നത്. കണ്ടീഷൻ എന്ന് വെച്ചാൽ ലോ കട്ടിങ് സ്പീഡും ആൻഡ് ലോ റാക്ക് ആംഗിൾ. ഇനി അടുത്താണ് നമ്മുടെ ലാസ്റ്റാണ് സെറേറ്റഡ് ചിപ്സ്. അതിന് പ്രത്യേക ഫീച്ചേഴ്സ് ഒന്നുമില്ല. സെറേറ്റഡ് ചിപ്സിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ അവിടെ വരച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ഫോംഡ് ഇൻ ദ കേസ് ഓഫ് എന്താണ്? ഹാഡ് അലോയ്സ് ആണ്. ഹാഡ് അലോയ്സും മറ്റും മെഷീൻ ചെയ്യുന്ന സമയത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ഹാഡ് അലോയ്സിൽ മെഷീൻ, എക്സ്പെഷ്യലി ടൈറ്റാനിയം. അപ്പോൾ അതിൻ്റെയൊക്കെ മെഷീനിങ് ഓപ്പറേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള സെറേറ്റഡ് ചിപ്സ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിന് ചിപ്പിന് ഒരു സാറ്റൂത്തിലേക്ക് അപ്പിയറൻസ്, അതായത് നമ്മുടെ സായില്ലേ മറ്റേ തടിയൊക്കെ ഇറക്കുന്ന വാള്, അതിൻ്റെ പല്ല് പോലെ ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ സൈഡ്സിൽ കാണും. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സാറ്റൂത്ത് അപ്പിയറൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂള്. പഴയ പോലെ തന്നെ ഓക്കെ, ഇത് ടൂള്, ദിസ് ഈസ് എന്താണ്? ദിസ് ഈസ് എ വർക്ക് പീസ് ആൻഡ് ദിസ് ഈസ് എന്താണ്? ദിസ് ഈസ് എ ചിപ്പ്. അപ്പോൾ ചിപ്പിൻ്റെ ഷേപ്പ് നോക്കി കണ്ടോ, ഒരു സാറ്റൂത്തിലേക്ക് അപ്പിയറൻസ് ആയിട്ട് കാണുന്നുണ്ടോ? ഡ്യൂറിങ് ദ മെഷീനിങ് ഓഫ് ഹാഡ് അലോയ്സ്, എക്സ്പെഷ്യലി ടൈറ്റാനിക് എന്ന് വെച്ചാൽ അലോയ്സിൻ്റെയൊക്കെ മെഷീനിങ്ങിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ തരത്തിലുള്ള സെറേറ്റഡ് ചിപ്സ് കിട്ടുന്നത്. അതിൻ്റെ വേറെ പേരാണ് നോൺ ഹോമോജീനിയസ് ചിപ്സ് എന്ന് പറയാം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് ആൾസോ നോൺ എസ് എന്താണ്? നോൺ ഹോമോജീനിയസ് ചിപ്സ്. ഓക്കെ, അപ്പോൾ ഈ 4 ടൈപ്പ് ചിപ്സാണ് ബേസിക്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഉണ്ടാകുന്ന കണ്ടീഷൻസ് ചെയ്ത് മെറ്റീരിയൽ എന്നുള്ളത്. ഇപ്പോൾ ഈ 4 ടൈപ്പ് ചിപ്സാണ് നമുക്ക് ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. കണ്ടിന്യൂസ്, ഡിസ്കണ്ടിന്യൂസ്, ബിൽട്ടപ്പ് എഡ്ജ് ചിപ്സ് ആൻഡ് ലാസ്റ്റ് ഈസ് എ സെറേറ്റഡ് ചിപ്സ്. അപ്പോൾ ഈ 4 ചിപ്സാണ് നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമേഷനും ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കുള്ളതെന്ന് വെച്ചാൽ ചിപ്പ് ബ്രേക്കറാണ്. ചിപ്പ് ബ്രേക്കർ ഞാൻ ആരോട്ട് വേണം, എന്താണ് ഈ ചിപ്പ് ബ്രേക്കർ? സംടൈംസ് എന്താണ് ഈ കണ്ടിന്യൂസ് ചിപ്പ് നമുക്ക് കിട്ടുമ്പോൾ ഗുഡ് ഫിനിഷ്, സഫോ ഫിനിഷ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ലോങ് കർലി ചിപ്സ് സംടൈംസ് എന്താണ്? ട്രബിൾസം, ഈ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏത്? ദീസ് ലോങ് കർലി ചിപ്സ്. അപ്പോൾ അതിനെ ഓരോ പ്രോസസ്സിൽ നടക്കുമ്പോഴേ ഈ ലോങ് കർലി ചിപ്പിനെ നമ്മൾ ഉണ്ടാകുന്ന മുറക്കിന് മുറിച്ച് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടിനുള്ള ടോപ്പിലായിട്ട് ഒരു സെറ്റ് അറാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ചിപ്പ് ബ്രേക്കർ, വിച്ച് ഈസ് ടു ബ്രേക്ക് ചിപ്പ് ഇൻ ടു സ്മാൾ ഫ്രാഗ്മെൻറ്റ്സ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഫംഗ്ഷൻ ഓഫ് ചിപ്പ് ബ്രേക്കർ. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ടോപ്പിലുള്ള ചിപ്പ് ബ്രേക്കർ വെച്ചേക്കുന്നുണ്ടോ? ഇത് കട്ടിംഗ് ടൂൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇടിക്കുമ്പോൾ ഇങ്ങനെ വന്ന കട്ടിംഗ് ടൂൾ വന്നിട്ടുണ്ട്, ഇവിടെ ചിപ്പ് ബ്രേക്കർ ഇങ്ങനെ ഇടിക്കും. കട്ടിംഗ് ടൂൾ അല്ല, സോറി, ചിപ്പ് ഇടിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് മുറിഞ്ഞ് 2 ഫ്രാക്ഷനായിട്ട് ഇങ്ങനെ മാറും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചിപ്പ് ബ്രേക്കർ. അപ്പോൾ ചിപ്പ് ഇങ്ങനെ വരുന്ന വളഞ്ഞു വന്ന ഒരു ചിപ്പാണ് വരച്ചേക്കുന്നത്. അത് ഇടിച്ചിങ്ങനെ ചിപ്പ് ബ്രേക്കർ ഇരിക്കുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യും, ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും. സോ അങ്ങനെ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റാനാണ് ലോങ് കർലി ചിപ്പിനെ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറ്റിയിട്ട് കട്ടിംഗ് പ്രോസസ്സ് എഫിഷ്യൻ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചിപ്പ് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്, ടു ബ്രേക്ക് ചിപ്പ് ഇൻ ടു സ്മാൾ ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ചിപ്പ് ബ്രേക്കറും കൂടെ നമ്മൾ ഈ ടൂളിൻ്റെ മുകളിൽ ഘടിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചിപ്പിൻ്റെ കുറച്ച്
പറ്റി പഠിക്കാനുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ. ഇനി കുറച്ച് ഹീറ്റ് നമ്മുടെ ഹീറ്റ് കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ഈ കട്ടിംഗ് ടൂൾ മെഷീൻ പ്രോസസ് നടക്കുന്ന ഹീറ്റ് കുറച്ച് കൊണ്ടുവന്ന് കുറച്ച് ചിപ്പിലോട്ട് പോകും, കുറച്ച് വർക്ക് പീസിലോട്ട് പോകും, കുറച്ച് കട്ടിംഗ് ടൂളിലോട്ട് പോകും. ഇങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഹീറ്റാണ് നമ്മൾ കൂളിംഗ് യൂസ് ചെയ്യുന്നത്. കട്ടിംഗ് ഫ്ലൂയിഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കൂളിംഗ് പർപ്പസിന്. ഏതിന് മെഷീൻ ഓപ്പറേഷന് നമ്മൾ കൂളിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ, കൂളിംഗ് പ്രോസസ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജനറലി എന്ത് യൂസ് ചെയ്യുന്നത്, കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇതിനെ അനുബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറയുന്നത് വെച്ചാൽ കട്ടിംഗ് ചിപ്സിൻ്റെ അല്ലെങ്കിൽ ചിപ്പ് ഫോർമേഷൻ്റെ ബേസിക് കുറച്ച് ഫാക്ട്സും അതുമായി ബന്ധപ്പെട്ട ടൈപ്സും ക്ലാസിഫിക്കേഷനും ചിപ്പ് ബ്രേക്കും. അപ്പോൾ ഇത്രയും കമ്പൽസറി എന്ത് വെക്കുക, മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് കട്ടിംഗ് ടൂൾ ജോമെട്രി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മെഷീൻ പ്രോസസ്സിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ദെൻ ടൈപ്സ് ഓഫ് ചിപ്സ്. നെക്സ്റ്റ് നമ്മൾ ബേസിക് മെഷീനിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന അബൌട്ടാണ് ടൂൾ ജോമെട്രി. ഓക്കെ, കട്ടിംഗ് ടൂളിൻ്റെ ബേസിക് ജോമെട്രി. അപ്പോൾ നമ്മൾ ബേസിക് ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കട്ടിംഗ് ടൂളാണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. നേരത്തെ പറഞ്ഞ ലെയ്ത്തിൽ യൂസ് ചെയ്യുന്നതൊക്കെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. അതുപോലെ നമ്മൾ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ പറയും, വിച്ച് ജനറൽ യൂസ് ഫോൺ മില്ലിംഗ് ഓഫ് ദ ബ്രോച്ചിങ്. ഈ പ്രോസസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്. അപ്പോൾ വിച്ച് ഹാവിങ് നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിംഗ് എഡ്ജസ് ഉള്ളതാണ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ ബേസിക് ഫീച്ചർ. അപ്പോൾ നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ വെച്ചാൽ ഒരു സിംഗിൾ പോയിന്റിലാണ് കട്ടിംഗ് ആക്ഷൻ നടക്കുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, ഇപ്പോൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ ഒരു ജനറൽ ടെർമിനോളജി, ബേസിക് ടേംസ്, ടൂൾ ജോമെട്രിയുടെ അസോസിയേറ്റ് ചെയ്ത ബേസിക് ടേംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ടൂൾ ജോമെട്രി കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു സിംഗിൾ പോയിന്റ് കട്ടിട്ടുണ്ട്, റഫ് സ്കെച്ച് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലെയ്ത്തിലൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ ഓപ്പറേറ്റ് ചെയ്തവർക്ക് അറിയാം, മെഷീൻ ഷോപ്പൊക്കെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ചെയ്ത കുട്ടികൾക്കും പഠിച്ചവർക്കൊക്കെ അറിയാം. ബേസിക്കലി ഒരു കട്ടിംഗ് ടൂളിൻ്റെ നോർമൽ ഷേപ്പ്. അപ്പോൾ ഒരു ടൂൾ ഉണ്ടായി കാണിക്കാമായിരുന്നു. അപ്പോൾ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. അപ്പോൾ അതൊരു ഫ്രണ്ട് ഭാഗത്ത് സ്റ്റെപ്പ് പോലൊക്കെ പണിയിട്ട് ഇതാണ് ഷാർപ്പ് എഡ്ജ്, അവിടെയാണ് ഇങ്ങനെ വരസുന്നത്. വർക്ക് പീസുമായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് വരും. അപ്പോൾ നമ്മൾ റഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് പോർഷൻ കാണും കട്ടിംഗ് ടൂളിൻ്റെ ഇവിടെ ആയിട്ട്. അതായത് ഇങ്ങനെ ഇരിക്കും കട്ടിങ്. ഓക്കെ, കട്ടിംഗ് ടൂൾ ഈ ഒരു ഷാർപ്പ് പോർഷൻസ്. അപ്പോൾ സിമ്പിളായിട്ട് ആ ഒരു രീതിയിലാണ് കട്ടിംഗ് ടൂൾ ഇരിക്കുന്നത്. നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഈ പറയുന്ന നമ്മുടെ ലെയ്ത്തിലൊക്കെ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ. അപ്പം ഒരു സിംഗിൾ പോയിന്റ് കോൺടാക്ട് വരും ചെയ്ത് നമ്മുടെ വർക്ക് പീസുമായിട്ട്. അപ്പം ആ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലെയ്ത്തിൽ ചക്കിലാണ് നമ്മൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ടേണിംഗ് ഓപ്പറേഷൻ സോയായിട്ടും എന്തെങ്കിലും വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെല്ലെ ഫീഡ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ കട്ടിംഗ് ടൂൾ പോസ്റ്റൊക്കെ മെല്ലെ മൂവ് ചെയ്തിട്ട് ഫീഡ് കൊടുക്കും. അപ്പോൾ ഈ മെഷീൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ ടേണിംഗ് ഓപ്പറേഷൻസ് യൂഷ്വലി നടക്കും. അപ്പോൾ ഈ സിംഗിൾ പോയിന്റിൻ്റെ ഒരു 3D വ്യൂ, സിമ്പിൾ വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബോഡി, ആ നീണ്ട ബാക്ക് ഭാഗത്തെ പറഞ്ഞ പേരാണ് അതിൻ്റെ ബോഡി. ഈ ഒരു പെന്നിൻ്റെ ഈ ഒരു ബോഡി എന്ന് പറഞ്ഞ പോലെ കട്ടിംഗ് ടൂളിൻ്റെ ആ ഒരു ബോഡിയെ പറഞ്ഞ പേരാണ് ഷാങ്ക് എന്ന് പറയും. ഷാങ്ക്, SHANK, ഷാങ്ക് ഓഫ് ദി ടൂൾ. ഇറ്റ്സ് എ ബോഡി ഓഫ് ദ ടൂൾ. ഓക്കെ, ഇനി സെക്കൻഡ് ഇസ് എ ഫേസ്. ഫേസ് എന്ന് വെച്ചാൽ കട്ടിംഗ് ആക്ഷൻ വരുന്ന അത്രയും ഒരു പർട്ടിക്കുലർ റീജിയൻ്റെ ടോപ്പ് പോർഷനെ പറയാൻ പറയുന്നത് ഫേസ്. ഈ ഫേസ് കൂടാണ് ചിപ്പ് ഇങ്ങനെ തഴുകി പോകുന്നത് നമ്മൾ പറയും. ഓക്കെ, ചിപ്പ് സ്ലൈഡ്സ് അവേ ത്രൂ ദ ഫേസ്. പിന്നെ ഇത് കുറേ നോസ്, അതായത് ആ കട്ടിങ് എഡ്ജ് ഇങ്ങനെ വരുന്ന, ഇപ്പോൾ നമ്മളിങ്ങനെ കട്ടിങ് പോയിന്റ് ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു പോർഷൻ, ദിസ് ഈസ് എ നോസ് എന്ന് പറയും. പിന്നെ റേഡിയസിനെ പറയുന്നത് നോസ് റേഡിയസ്. നമ്മൾ തുമ്പത്ത് വന്നിട്ട് ഇത്രയും ഒരു പെർട്ടിക്കുലർ റേഡിയസ് കൊടുക്കുമല്ലോ, ദിസ് ഇസ് നോൺ ആസ് നോസ് റേഡിയസ്. അപ്പോൾ അതേ ഒരു കാര്യങ്ങളാണ് ഈ നോസ്, ഷാങ്ക്, ഫേസ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഞാൻ ജസ്റ്റ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമില്ലേ, ഇതിനെ പറയാൻ ഫ്ലാങ്ക് എന്ന് പറയും. ഫ്ലാങ്ക് അതായത് ഫേസ്, പോർഷൻ ഓഫ് ദ ടൂൾ വിച്ച് ഫേസ് എന്നാണ് കട്ടിങ് വർക്ക് പീസിനെ ഫേസ് ചെയ്യുന്ന ആ ഫ്രണ്ട് പോർഷനെ പറയുന്നത് ഫ്ലാങ്ക് എന്ന് പറയും. ഇപ്പോൾ ഫ്ലാങ്ക്, ഷാങ്ക്, ഫേസ് ആണ് നോസ്. ഷാങ്ക് ഈസ് എ ബോഡി ഓഫ് ദ ടൂൾ ആൻഡ് ഫേസ് ഈസ് എ പോർഷൻ ഓഫ് ദ ടൂൾ ത്രൂ വിച്ച് ചിപ്സ് സ്ലൈഡ്സ് അവേ ആൻഡ് ഫ്ലാങ്ക് ഈസ് എ പോർഷൻ ഓഫ് ദ കട്ടിംഗ് ടൂൾ വിച്ച് ഫേസസ് ദ വർക്ക് പീസായിട്ട് മുഖാമുഖം വരുന്ന പോർഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് എ ഫ്ലാങ്ക്. ആൻഡ് നോസ് ഈസ് എന്താണ് കട്ടിങ് പോർഷനായിട്ട് വരുന്ന ചെറിയ ഒരു കൂർത്ത ഭാഗം, ദാറ്റ് ഈസ് നോസ്. അപ്പോൾ നോസിൻ്റെ റേഡിയസ് പറയുന്നത് നോസ് റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ 3 വ്യൂസ്. അപ്പോൾ ഈ ടൂളിനെ നമുക്ക് പലതായിട്ട് വ്യൂ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഗ്രാഫിക്സിലൊക്കെ ഡ്രോയിങ്ങിൻ്റെ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ 3 വ്യൂസ് വരയ്ക്കുന്ന പോലെ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ എന്നൊക്കെ വരയ്ക്കുന്ന പോലെ ഈ വ്യൂ എന്ന് വെച്ചാൽ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ. ഓക്കെ, അത് ഫിഗർ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ടോപ്പിൽ നിന്നൊരു വ്യൂ ആണ് ഞാൻ സിമ്പിളായിട്ട് വരച്ചേക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഫ്രണ്ട് വ്യൂ ആയിട്ട് ജസ്റ്റ് കിടന്നത്. അപ്പോൾ ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം. അപ്പം ആ വ്യൂ നോക്കുക. ഇതെന്ന് വെച്ചാൽ ഈ ടോപ്പിൽ നിന്ന് നോക്കുന്ന വ്യൂ, ഈ വ്യൂ എന്ന് വെച്ചാൽ ഈ സൈഡിൽ നോക്കുന്ന വ്യൂ. ഈ മൂന്നാമത്തെ ഫിഗർ എന്ന് വെച്ചാൽ ഇങ്ങനെ. അപ്പോൾ ഇതിനെ ദിസ് ഈസ് എ ഫസ്റ്റ് ആൻഡ് ദിസ് ഈസ് എ സെക്കൻഡ് ആൻഡ് ദിസ് ഈസ് എ തേർഡ്. അപ്പോൾ 3 വ്യൂസാണ് ഞാൻ ബേസിക്കലി ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മ്യൂസ് 1, 2, 3. അപ്പോൾ ഈ 3 വ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വ്യൂസിൽ ഞാൻ നോക്കുന്നത് ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഞാൻ ഈ വരച്ച ഈ കട്ടിംഗ് ടൂളിൻ്റെ ടോപ്പ് വ്യൂവിൽ നമുക്ക് ഇതിൻ്റെ നീണ്ട ഷാങ്ക് പോർഷൻ, ദാറ്റ് ഇസ് എ ബോഡി ഓഫ് ദ കട്ടിംഗ് ടൂൾ. അപ്പോൾ നീണ്ട ഷാങ്ക് പോർഷൻ നമുക്കറിയാം. കട്ടിംഗ് ടൂള്, അപ്പോൾ ഇതൊരു മെറ്റാലിക് കമ്പോണൻ്റ്. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടിംഗ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് നമുക്കറിയാം. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഏതിലൊക്കെ യൂസ് ചെയ്യുന്ന HSS ഹൈ സ്പീഡ് സ്റ്റീൽ, നിക്കൽ, ക്രോമിയം, വനേഡിയം അങ്ങനത്തെ കമ്പൗണ്ട്സ് ഒക്കെ അലൗഡ് ആയിട്ടുള്ള വർക്ക് പീസ് മെറ്റീരിയലാണ് നമ്മുടെ HSS എന്ന് പറയുന്നത്, ഹൈ സ്പീഡ് സ്റ്റീൽ. അതുപോലെ തന്നെ കാർബൈഡ് ടൂൾസ് ഉണ്ട്, ഡയമണ്ട് പോയിന്റ് ടൂൾസ് ഉണ്ട്, അപ്പോൾ തന്നെ സിമെൻറ്റഡ് കാർബൈഡ് കട്ടിംഗ് ടൂൾസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മൾട്ടി സ്റ്റീൽ, അതുപോലെ ഡക്റ്റ മെറ്റീരിയൽ ഒക്കെ നമ്മൾ മെഷീനിങ് എടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് പീസ് മെറ്റീരിയൽ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താണ്, HSS ടൂളാണ്, അത് ഹൈ സ്പീഡ് സ്റ്റീൽ ടൂൾ. അപ്പോൾ ഒരു സിമ്പിൾ HSS ടൂളിൻ്റെ നിങ്ങൾ കണ്ടുകൊണ്ടെങ്കിൽ അതിൻ്റെ നീണ്ട ബാക്ക് പോർഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് ഷാങ്ക് ഓഫ് ദ കട്ടിംഗ് ടൂൾ. പിന്നെ ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ഫേസ് വരുന്നത്, ഫേസ് ഈ ടോപ്പ് പോർഷൻ. അപ്പം നമുക്ക് മനസ്സിലാവും ഈ ഫേസിലും കൂടാണ് എന്താണ് ഈ ചിപ്പ് ഫോം ചെയ്യുന്നത്, സ്ലൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ സിമ്പിളായിട്ട് കാണാം. ഇപ്പോൾ ഇനി ഫ്രണ്ട് വ്യൂവിൽ ഈ ഷാങ്കും ഒക്കെ ആ ഫേസ്, ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് ഷാങ്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ഫേസ് നമുക്ക് കാണാൻ പറ്റില്ല. ഫേസ് ഈ ഡയറക്ഷണൽ വ്യൂവിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂയിലോട്ട് വരുമ്പോഴും അതിലും നമുക്ക് എന്ത് കാണില്ല, ഫേസ് ഡയറക്റ്റ് കാണാൻ പറ്റത്തില്ല. അത് ടോപ്പിൽ നിന്ന് നോക്കിയെങ്കിൽ ഫേസിൻ്റെ എക്സാക്ട് വ്യൂ കാണാം. ഇനി എന്താണ് പല ആംഗിളുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് പറഞ്ഞ്, ഷാങ്ക് പറഞ്ഞ്, ഫ്ലാങ്ക്, ഈ ഫിഗർ നോക്കുക. ഈ ഫ്ലാങ്ക് എന്ന് വെച്ചാൽ എന്താണ്, ഫ്രണ്ട് പോർഷൻ ഓഫ് ദ കട്ടിംഗ് ടൂൾ വിച്ച് ഫേസസ് ദ വർക്ക് പീസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫ്ലാങ്ക്. അപ്പോൾ ഫ്ലാങ്ക് അതിൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ഇതിൽ ഉള്ളത്. ഇനി നമ്മൾ ഈ ടൂളുമായി ബന്ധപ്പെട്ട കുറച്ച് ആംഗിൾസ് അതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇതിൽ എടുത്തു കഴിഞ്ഞാൽ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, പിന്നെ റാക്ക് ആംഗിൾ, അങ്ങനത്തെ ക്ലിയറൻസ് ആംഗിൾ, കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ സിമ്പിൾ ഒരു ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സിമ്പിൾ വരച്ച ഒരു കട്ടിംഗ് ടൂള് ചിപ്പ് ഫോം ചെയ്യുന്ന വർക്ക് പീസ് ഉണ്ട്. അപ്പോൾ നോക്കുക, ഇത് നമ്മുടെ ഇതാണ് ടൂളിൻ്റെ സർഫസ് ആണ്. ഈ ടൂൾ സർഫസിൽ കൂടാണ് എന്ത് പോകുന്നത്, ചിപ്പ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടൂളിൻ്റെ ഫേസും ഒരു വെർട്ടിക്കലും തമ്മിലുണ്ടാകുന്ന ഈ ആംഗിളാണ് ഞാൻ എന്തെടുക്കാം, ദാറ്റ് ഈസ് നോൺ ആസ് റാക്ക് ആംഗിൾ. അറ്റ് ദ സെയിം ടൈം ഓക്കെ ക്ലിയറൻസ് ആംഗിൾ, ദിസ് ഈസ് നോൺ ആസ് ഷിയർ ആംഗിൾ. ഓക്കെ, ഷിയർ ആംഗിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് നോൺ ആസ് ഈ ആൽഫയ്ക്ക് പറഞ്ഞ പേരാണ് എന്ത്, റാക്ക് ആംഗിൾ. അപ്പോൾ ഞാൻ സിമ്പിൾ സ്കെച്ചാണ് ഞാൻ റാക്ക് ആംഗിൾ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, ആൽഫ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ റാക്ക് ആംഗിൾ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ ഈ ഫിഗറിലോട്ട്, അതൊരു സിമ്പിൾ സ്കെച്ച് ഇതിലാണ്. അപ്പോൾ നമ്മൾ ഈ ആളുടെ വ്യൂസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ റാക്ക് ആംഗിൾ? അപ്പോൾ നമ്മുടെ ഫേസ് ഉണ്ട് കണ്ടോട്ടോ, നമുക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ടോപ്പിലാണ് അതിൻ്റെ ഫേസ് ഉള്ളത്. അപ്പോൾ ഫേസ് മീൻസ് അല്ലെങ്കിൽ എന്താണ് ഈ റാക്ക് ആംഗിൾ മീൻസ്, ഇറ്റ് ഇസ് ആംഗിൾ മെയ്ഡ് ബൈ ദ ഫേസ് ഓഫ് ദ ടൂൾ ആൻഡ് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ, ബേസ് ഓഫ് ദ ടൂൾ. ഇതും എന്താണ് ഫേസും അതിൻ്റെ ടോപ്പ് ഫേസ് ഓഫ് ദ കട്ടിംഗ് ടൂൾ ഉണ്ടാക്കുന്ന ഈ ആംഗിളെ പറഞ്ഞ പേരാണ് ആക്ച്വലി ബാക്ക് റാക്ക് ആംഗിൾ. ഓക്കെ, അത് ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ ആംഗിൾ വ്യൂ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബാക്ക് റാക്ക് ആംഗിൾ. കണ്ടോ, ഇതാണ് നമ്മുടെ നമ്മുടെ പറയുന്ന ഈ കട്ടിംഗ് ടൂളിൻ്റെ ഫേസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ ലൈൻ പാരലൽ ടു ഇറ്റ് ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ ഒരു ലൈനാണ്, ഇത് ഹൊറിസോണ്ടൽ പാരലായിട്ടാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലൈനും ഈ ഫേസ് ഓഫ് ദ ടൂൾ ഉണ്ടാക്കുന്ന ഈ ആംഗിളെ പറഞ്ഞ പേരാണ് ബാക്ക് റാക്ക് ആംഗിൾ. ഓക്കെ, മനസ്സിലായോ? ദിസ് ആംഗിൾ മെയ്ഡ് ബൈ ദ ഫേസ് ഓഫ് ദ ടൂൾ ആൻഡ് ലൈൻ പാരലൽ ടു ദ ബേസ് ഓഫ് ദ ടൂൾ. അപ്പോൾ ഇതാണ് ടൂളിൻ്റെ കണ്ടിനുള്ള ബേസ്. അപ്പോൾ ഇതിനോട് പാരലായിട്ടുള്ള ലൈനാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആംഗിളെ പറഞ്ഞ പേരാണ് ബാക്ക് റാക്ക് ആംഗിൾ. നമ്മളിനി ബാക്ക് സൈഡ്സിലേക്കാണ് നോക്കുവാണെങ്കിൽ ആ റാക്ക് ആംഗിളിനെ പറഞ്ഞ പേരാണ് ബാക്ക് റാക്ക് ആംഗിൾ. ഇനി നോക്ക്, ഇവിടെ കണ്ടൊരു സൈഡ് റാക്ക് ആംഗിൾ കിടക്കുന്നത്, അതായത് നമ്മൾ ഈ ടൂളിന് ഇങ്ങനെ നോക്കുമ്പം ഈ സൈഡിൽ നോക്കുമ്പോൾ ഈ വ്യൂ ആണ് കിട്ടുന്നത്, ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന ഈ വ്യൂ കണ്ടോ, ഈ പോർഷനാണ്. അപ്പോൾ ഈ പോർഷൻ ആണ് ഇങ്ങനെ കാണുന്നത്, അത് സൈഡുമായിട്ടുണ്ടാക്കുന്ന ഈ ആംഗിളിനെ പറഞ്ഞ പേരാണ് സൈഡ് റാക്ക് ആംഗിൾ. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് രണ്ട് റാക്ക് ആംഗിൾ രണ്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ബാക്ക് റാക്ക് ആംഗിൾ വിച്ച് ഇസ് ആംഗിൾ മെയ്ഡ് ബൈ ദ ഫേസ് ഓഫ് ദ ടൂൾ ആൻഡ് ദ ലൈൻ പാരലൽ ടു ദ ഹൊറിസോണ്ടൽ ഓഫ് ദ വർക്ക് പീസ്, ദാറ്റ് ഈസ് ബാക്ക് റാക്ക് ആംഗിൾ വിച്ച് ഇസ് ഇൻ ദ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ ഈ വ്യൂ നോക്കുന്നതെങ്കിൽ. ഇനി സൈഡ് റാക്ക് നമ്മൾ സൈഡ് ബേസിലാണ് ഈ പറയുന്ന ഫേസ് ഓഫ് ദ ടൂളും ലൈൻ പാരലൽ ടു ദ ബേസ് നോക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് സൈഡ് റാക്ക് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ റാക്ക് ആംഗിൾ ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം. സോ വിച്ച് ഈസ് ദ ആംഗിൾ വിച്ച് ഡിറ്റർമിൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ടൂൾ. കട്ടിനുള്ള സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്ത ആംഗിളെ പറഞ്ഞ പേരാണ് റാക്ക് ആംഗിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ റാക്ക് ആംഗിൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെങ്ത് മീൻസ് കട്ടിംഗ് ടൂളിന് അത്ര സ്ട്രെങ്ത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സർഫസ് ഫിനിഷും മറ്റു കാര്യങ്ങളൊക്കെ റാക്ക് ആംഗിൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ പോസിറ്റീവ് റാക്ക് ആംഗിൾ കൊടുക്കും, നെഗറ്റീവ് കൊടുക്കും, റാക്ക് ആംഗിൾ 0 കൊടുക്കും. ബ്രാസിന് അല്ലെങ്കിൽ ഓരോരോ മെറ്റീരിയൽസ് അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റാക്ക് ആംഗിൾ സെറ്റ് ചെയ്യുന്നത്. ആംഗിൾ വിച്ച് ഡിറ്റർമിൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ടൂൾ, ദാറ്റ് മീൻസ് ദാറ്റ് നോൺ ആസ് റാക്ക് ആംഗിൾ. ഇനി ഇപ്പോൾ റാക്ക് ആംഗിളെ പോലെ തന്നെ
നോസ് പോർഷൻ ഉണ്ട്. അപ്പോൾ കട്ടിംഗ് പോയിന്റ് പോർഷന് രണ്ട് എൻഡിലായിട്ട് നമുക്ക് രണ്ട് ആംഗിൾ കാണാം. അപ്പോൾ ഫസ്റ്റ് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും നെക്സ്റ്റ് ഈസ് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ നോസ് കട്ടിംഗ് പോർഷൻ്റെ ഈ കട്ടിംഗ് പോർഷൻ ഈ ഒരു സൈഡ് വേസ് പോർഷൻ ഷാങ്കിന് ലൈൻ പാരലൽ ടു ദ ഷാങ്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളെ പറഞ്ഞ പേരാണ് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അറ്റ് ദ സെയിം ടൈം അതിന് തൊട്ടടുത്തായിട്ട് എന്താണ് ഈ ഫേസിൻ്റെ ആ റൈറ്റ് പോർഷനിലേക്ക് ആ അപ്പുറത്തെ നോസിന് തൊട്ടടുത്ത പോർഷനിലേക്ക് ഉണ്ടാകുന്ന വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളെ പറഞ്ഞ പേരാണ് എൻഡ് കട്ട് എഡ്ജ് ആംഗിൾ ഓൺ ദ ടോപ്പ് വ്യൂ. അത് ടോപ്പ് വ്യൂ കിട്ടുന്ന ആംഗിളാണ് ഈ സൈഡ് പോർഷന് രണ്ടിലും കിട്ടുന്നതാണ് സൈഡ് കട്ടിംഗ് ആംഗിളും, മറ്റേതാണെങ്കിൽ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും. ഓക്കെ, ഇനി നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഫ്ലാങ്ക് ഈസ് എ പോർഷൻ ഓഫ് ദ ബോഡി വിച്ച് ഫേസ് ദ വർക്ക് പീസ്. ഇനി നോക്ക്, ഈ കട്ടിംഗ് പോർഷനിൽ ടോപ്പിലായിട്ട് ഒരു ചെറിയ കൂർത്ത പോർഷൻ ആണ് ദിസ് കട്ടിംഗ് എഡ്ജ്. ഈ കട്ടിംഗ് എഡ്ജ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ആംഗിളിനെ പറഞ്ഞ പേരാണ് ലിപ്പ് ആംഗിൾ. എന്താണ് ലിപ്പ് ആംഗിൾസ്? ഓക്കെ, കട്ടിംഗ് എഡ്ജിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഇൻക്ലൂഡ് ആംഗിളാണ് ദാറ്റ് ഈസ് നോൺ ആസ് ലിപ്പ് ആംഗിൾ. ഓക്കെ, ഇനി ബാക്ക് ആംഗിൾ പോലെ തന്നെ ഈ ഫ്ലാങ്ക് ഫേസ് വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളെ പറഞ്ഞ പേരാണ് എൻഡ് ക്ലിയറൻസ് ആംഗിൾ. ക്ലിയറൻസ് ആംഗിൾ ഓക്കെ, ഫ്രിക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ക്ലിയറൻസ് ആംഗിളാണ് എഫക്റ്റീവായിട്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയറൻസ് ആംഗിൾ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫർദർ പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻഡ് ക്ലിയറൻസ് ആംഗിൾ ഈസ് ആംഗിൾ മെയ്ഡ് ബൈ ദ ഫ്ലാങ്ക് ഫേസ് ഓഫ് ദ ടൂൾ ടു ദ വെർട്ടിക്കൽ ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ് എൻഡ് ക്ലിയറൻസ് ആംഗിൾ. ഓക്കെ, ആക്ച്വലി എന്തൊക്കെ ടൈപ്പ് ആംഗിളുകൾ ഉണ്ടെങ്കിലും ടൂളിൻ്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആംഗിളാണ് റാക്ക് ആംഗിൾ. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ബാക്ക് റാക്ക് ആംഗിളും ഉണ്ട്, സൈഡ് റാക്ക് ആംഗിളും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഫ്ലാങ്ക് ഫേസ് ഉണ്ടാക്കുന്ന വെർട്ടിക്കൽ ഉണ്ടാകുന്ന എൻഡ് ക്ലിയറൻസ് ആംഗിൾ നമ്മൾ സൈഡ് വേസാണ് നോക്കുന്നതെങ്കിൽ ആംഗിളെ പറയുന്ന പേരാണ് വെർട്ടിക്കലായിട്ട് ഉണ്ടാകുന്ന സൈഡ് റിലീഫ് ആംഗിൾ. ഓക്കെ, ഈ ഒരു പോർഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ഫ്രം ദ വെർട്ടിക്കൽ ദാറ്റ് ഈസ് നോൺ ആസ് സൈഡ് റിലീഫ് ആംഗിൾ. അപ്പോൾ ബേസിക്കലി ഇത്ര ഒരു ആംഗിൾ കോമ്പിനേഷനാണ് ഇതിൽ വരിക കട്ടിംഗ് ടൂൾ ജോമെട്രിയിൽ നമ്മൾ മെയിനായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ടൂൾ ആംഗിൾസ് ബേസിക്കലി ഇൻ ദ ടൂൾ ജോമെട്രി. അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ആംഗിളാണ് നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് റാക്ക് ആംഗിൾ. ദ ആംഗിൾ വിച്ച് ഡിറ്റർമൈൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ടൂൾ ദാറ്റ് ഈസ് നോൺ ആസ് റാക്ക് ആംഗിൾ. അപ്പോൾ ഇത് ഓരോ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിന് എങ്ങനെയൊക്കെ റാക്ക് ആംഗിൾ സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂസ് എത്രയാണ്, റാക്ക് ആംഗിൾ കൂടിയ സർഫസ് ഫിനിഷിന് എന്ത് വേരിയേഷൻ ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം ടൂൾ ജോമെട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നത്. ഇനി ഇത് വെച്ചാൽ നമ്മൾ ടൂൾ ഡെസിഗ്നേഷൻ ടൂൾ സിഗ്നേച്ചർ ഉണ്ട്, 7 എലമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് റാക്ക് ആംഗിൾ, സൈഡ് റാക്ക് ആംഗിൾ, നോസ് റേഡിയസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കട്ടിങ്ങളുടെ ടോപ്പ് പോയിന്റ്സ് നോസിൽ നമുക്ക് റേഡിയസ് ഉണ്ട് ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ് നോസ് റേഡിയസ്. അപ്പോൾ അതൊരു നമുക്കറിയാം ഈ ആംഗിൾസിനൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പെസിഫൈഡ് വാല്യൂസ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനിങ് ഓപ്പറേഷൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത്തരത്തിലുള്ള ടൂൾ ഡെസിഗ്നേഷൻ്റെ ഈ പറയുന്ന പർട്ടിക്കുലർ വാല്യൂസ്. പ്രത്യേകിച്ച് റാക്ക് ആംഗിൾ. ഓക്കെ, ഒരിക്കലും മറക്കല് റാക്ക് ആംഗിൾ വിച്ച് ഡിറ്റർമിൻസ് എന്താണ് ദ സ്ട്രെങ്ത് ഓഫ് ദ കട്ടിംഗ് ടൂൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കട്ടിംഗ് ടൂൾ, ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ ബേസിക്കിലുള്ള ആംഗിൾസ് അല്ലെങ്കിൽ ടൂൾ ജോമെട്രീസ് ആണ് ഈ 3 വ്യൂയിലൂടെയും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിയ ജ്ഞാനം ഒന്നും കിട്ടിയില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ്, എന്താണ് ഷാങ്ക് ഓഫ് ദ ടൂൾ, അല്ലെങ്കിൽ എന്താണ് ഫ്ലാങ്ക്, എന്താണ് കട്ടിംഗ് ടൂൾ ഫേസ്, അല്ലെങ്കിൽ എന്താണ് റാക്ക്, ഇത്തരത്തിലുള്ള എന്താണ് എൻഡ് റിലീഫ് ആംഗിൾ, എന്താണ് വാട്ട് ഇസ് ഫങ്ഷൻ ഓഫ് ക്ലിയറൻസ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ടു പ്രൊവൈഡ് ആ ഡയറക്റ്റ് കോൺടാക്ട് ഉപയോഗിച്ചിട്ട് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക, ഇങ്ങനത്തെ കുറേ ബേസിക് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്ര ഔട്ട്ലൈനായിട്ടുള്ള ഏറ്റവും ഒരു സിംപ്ലിഫൈഡ് രീതിയിൽ എന്ത് പറഞ്ഞു തന്നിരിക്കുന്നത് ഈ കട്ടിംഗ് ടൂൾ ജോമെട്രിയുടെ ബേസിക് ഫാക്ട്സ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഓവറോൾ ഔട്ട്ലൈൻ എന്തൊക്കെ ആംഗിൾസ് അതിൽ വരുന്നുണ്ട് അത് നമ്മൾ എന്തുകൊണ്ട് ഈ 3 വ്യൂസിലും കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇത് ഒന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കി പോകുക. കാരണം പല എക്സാംസിനും ഇപ്പോൾ നമ്മൾ റാക്ക് ആംഗിൾ, ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് റാക്ക് ആംഗിൾ ഏത് മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷാങ്ക് മീൻസ് എന്താണ്, അതുപോലെ തന്നെ ഫ്ലാങ്ക് ഫേസ്, പിന്നെ ഇതുപോലെ തന്നെ ടൂൾ വിയർ, ഫ്ലാങ്ക് വിയർ, ക്രേറ്റർ വിയർ. അപ്പോൾ അതൊക്കെ ഒരു പർട്ടിക്കുലർ ഈ ഫ്ലാങ്കിൽ ക്രേറ്റർ പോർഷനിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് വിയറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സിംപ്ലി വരുന്നത് നമ്മുടെ കട്ടിംഗ് ടൂൾ ജോമെട്രി ആയിട്ട് വരുന്ന ബേസിക് കട്ടിംഗ് ആംഗിൾസും അതിൻ്റെ ടൂളിൻ്റെ ജോമെട്രിക്കൽ ഫീച്ചേഴ്സും. Okay.